ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുകയാണ്. സർവശക്തനായ ദൈവം തിരുവായ്മൊഴികളായി തിരുവെഴുത്തിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന സകല ആത്മീക ദൂതുകളും നമ്മുടെ ജീവൻ്റെ ആധാരമാണ്, ജീവിതത്തിന് മാർഗദർശിയാണ്, പാതയ്ക്ക് ദീപമാണ്, മനസ്സിന് ധൈര്യമാണ്, വഴികാട്ടിയാണ്. ഈ നിലവാരത്തിൽ ദൈവത്തിൻ്റെ വചനം എത്രയോ പ്രാവശ്യം നമുക്ക് ഉപകരിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും കൊച്ചു കൊച്ചു ചിന്തകളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ധന്യരാക്കട്ടെ, നമ്മെക്കുറിച്ച് കാണാൻ നമുക്കധികം പ്രാഗൽഭ്യം തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാവിനെ വാനോളം ഉയർത്തി പുകഴ്ത്തി സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 41-42 വാക്യങ്ങൾ. സുപരിചിത പശ്ചാത്തലത്തിൽ നിന്ന് ഏറ്റവും പരിചിതമായിരിക്കുന്ന വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 41-42 വാക്യങ്ങൾ. യേശു മേലോട്ട് നോക്കി, പിതാവേ, അങ്ങൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങെപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞുമിരിക്കുന്നു. കല്ലറവാതിക്കൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു, ആരുടെ കല്ലറവാതിക്കൽ? ലാസറിൻ്റെ കല്ലറവാതിക്കൽ മരിച്ച് അടക്കപ്പെട്ട് നാറ്റം വെച്ച് 4 നാൾ കഴിഞ്ഞ് ആ ഒരു നിലവാരത്തിൽ വളരെ നാറ്റം വെച്ച അവസ്ഥയിൽ കിടക്കുന്ന ലാസറിൻ്റെ കല്ലറയുടെ വാതിക്കൽ ചെന്ന് കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞ അനന്തരം യേശുക്രിസ്തു പറഞ്ഞ ഈ വാക്കുകൾ ഈ അദ്ധ്യായത്തിലെ തന്നെ സർപ്രൈസാണ്. ചിന്തിക്കുന്നവർക്ക് വളരെ വ്യത്യസ്തമായ ചില വാക്കുകളാണ് കർത്താവായ യേശു പറഞ്ഞത്. കല്ലറവാതിക്കൽ ചെല്ലുക. കല്ലറവാതിക്കൽ ചെന്നിട്ട് കർത്താവ് മേലോട്ട് നോക്കി, പിതാവേ, അങ്ങൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങെപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞുമിരിക്കുന്നു. 2-3 കാര്യങ്ങൾ ഈ വാക്യത്തിൻ്റെ അകമ്പടിയോടെ നമുക്കൊരുമിച്ച് ചിന്തിക്കാൻ സമയം വേർതിരിക്കാം. ഒന്ന്, യേശു ഇവിടെ ചെന്ന് നിന്ന് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചു എന്ന് തന്നെ പറയാം. ആ വാക്കിനെ അധികം വളച്ചുകെട്ടില്ലാതെ മേലോട്ട് നോക്കി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അത് ഞാൻ വിചാരിക്കുകയായിരുന്നു, യേശു ദൈവമാണ്, അധികാരിയാണ്. പ്രാർത്ഥിച്ചില്ലെങ്കിലും യേശു ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലാസർ പുറത്തു വരുമായിരുന്നു എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കുന്ന നേരത്തെ യേശു കൽഭരണികളുടെ അടുക്ക് പോയി പ്രാർത്ഥിച്ചില്ലല്ലോ, ദൈവമേ, ഞാൻ പറയാൻ പോവുകയാണേ, വെള്ളം വീഞ്ഞാക്കണേ, ലജ്ജിപ്പിക്കല്ലേ എന്ന് പറഞ്ഞില്ലല്ലോ. കുരുടന് കാഴ്ച കൊടുത്തപ്പോഴോ 38 വർഷം കുളക്കരെ കിടന്നവനെ സൗഖ്യമാക്കുന്ന നേരത്തോ ഈ സമയത്തൊന്നും കർത്താവ് പറഞ്ഞില്ല. പക്ഷെ ഇവിടെയും യേശുക്രിസ്തു പറയാതെ, സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് പറയാതെ പുറത്തു വാ എന്ന് കൽപ്പിച്ചിരുന്നെങ്കിൽ പുറത്തു വന്നേനെ. നയീനിലെ വിധവയുടെ മകനെയോ യായിറോസിൻ്റെ മകളെയൊന്നും ഉയർപ്പിക്കുന്ന സമയത്ത് ഇങ്ങനൊരു രംഗം നമ്മൾ കണ്ടില്ല. യേശുക്രിസ്തു ഇവിടെ 4 നാളായി നാറ്റം വെച്ച ഈ കല്ലറവാതിക്കൽ നിന്ന് മേലോട്ട് നോക്കി. എന്നിട്ട് കർത്താവ് പറഞ്ഞതിനകത്ത് എന്തോ അപ്പനും മകനുമായി, അല്ലെങ്കിൽ പിതാവും പുത്രനുമായി പറഞ്ഞു വെച്ചിരുന്ന എന്തോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമാകുന്നു. എന്താണെന്ന് നമുക്കത് പിടികിട്ടുന്നില്ല. എന്താണ് പറഞ്ഞത്? അങ്ങ് എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ വാഴ്ത്തുന്നു. അപ്പം കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ആമീൻ പറയുന്നതിനൊക്കെ മുമ്പ് പറഞ്ഞ ഒറ്റ സെൻറ്റൻസ് കൊണ്ടാണത് പറഞ്ഞത്. അപ്പം ഞാൻ ഈ വാക്യത്തിൽ നിന്ന് ഗ്രഹിക്കുന്നു, ലാസറിൻ്റെ വിഷയത്തിൽ യേശുക്രിസ്തു ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ലാസറിനെക്കുറിച്ച്, ലാസറിൻ്റെ രോഗത്തെക്കുറിച്ച്, ലാസറിൻ്റെ മരണവിവരത്തെക്കുറിച്ച്, ലാസറിൻ്റെ കുടുംബത്തെക്കുറിച്ച്, ലാസറിൻ്റെ പെങ്ങന്മാരെക്കുറിച്ച് പിതാവിനോട് എന്തൊക്കെയോ അപേക്ഷിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ, കേൾക്കണമേ എന്നല്ല, അപ്പം അപേക്ഷിച്ചിട്ടുണ്ട് എന്നല്ലേ ആ വാക്ക് നമുക്ക് തരുന്ന ധ്വനി. എന്തൊക്കെയോ എൻ്റെ കർത്താവ് അപേക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കുകയായിരുന്നു, ഈ വീട്ടിൽ യേശുക്രിസ്തു 4 ദിവസമായിട്ട് വന്നില്ല,
നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഇത് ഭവിക്കത്തില്ലായിരുന്നു എന്ന് പെങ്ങന്മാരൊരു പരിഭവം പറയത്തക്ക രീതിയിൽ സമയത്ത് വന്നില്ല. യഹൂദന്മാർക്ക് ഒരുപക്ഷെ ഇവനീ 4 ദിവസമായിട്ട് വന്നില്ലല്ലോ എന്നുള്ള കുറ്റാരോപണമൊക്കെ കണ്ടേക്കാം. പക്ഷേ യേശു ഈ വീടിനെ മറന്നതല്ല. ദീനമായി കിടന്നപ്പോഴോ മരണവാർത്ത അറിഞ്ഞപ്പോഴൊക്കെ സ്വർഗത്തിലെ പരമാധികാരിയായ അപ്പനോട് എന്തൊക്കെയോ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആശ്ചര്യത്തോടെ പറയാം, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് കർത്താവ് നമ്മുടെ വിഷയത്തിലേക്ക് ഇടപെട്ടില്ലെങ്കിലും നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്, നമ്മളെക്കുറിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ പറയുന്നുണ്ട് എന്ന് ഞാൻ ഈ വാക്യത്തിലൂടെ വിശ്വസിക്കുകയാണ്. നമ്മുടെ കാര്യം നടക്കാൻ ചിലപ്പോൾ കുറച്ചുകൂടെ ആളുകളുടെ പ്രതീക്ഷയ്ക്കും അവർ പറയുന്ന സമയത്തൊന്നും ആയിരിക്കുകയില്ല, നമ്മളും വിചാരിക്കുന്ന സമയത്തായിരിക്കുകയില്ല. നമ്മളും പറഞ്ഞു കാണും, എൻ്റെ കർത്താവ് എന്നോട് ഇച്ചിരി കരുണ കാണിച്ചായിരുന്നു, എനിക്ക് ആ കാര്യം നടന്നേനെ, ഇങ്ങനൊരു ദുഃഖം ഈ വീട്ടിൽ വരില്ലായിരുന്നു, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞില്ലേ. അതുപോലെ പറയാൻ, പക്ഷെ യേശു നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം പിതാവിൻ്റെ സന്നിധിയിൽ നമ്മെക്കുറിച്ച് എന്തൊക്കെയോ അപേക്ഷിക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ട് നമ്മളറിയാതെ എന്ന് ഞാൻ ഈ വാക്യത്തിലൂടെ പറയുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതല്ല, അടുത്ത വാചകമാണ്, അങ്ങ് എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. ഈ പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ മറുപടി എന്നൊക്കെ പറയുന്നത് ചിലപ്പോഴൊക്കും ചിലപ്പോഴൊക്കില്ല എന്ന് ആരണ്ടും പറഞ്ഞ പോലെ അങ്ങനെ സ്ഥിതിയല്ല. യേശു ഇവിടെ പറഞ്ഞത് എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു. അതൊരു പ്രാഗൽഭ്യമാണ്. എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എനിക്കുള്ള പ്രാഗൽഭ്യമാണ് എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്നത്. അത് നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത്രയേ പറഞ്ഞോളൂ കർത്താവ്. 3 കാര്യങ്ങൾ എനിക്കവിടെ പ്രധാനമായി തോന്നി. ഒന്ന്, എൻ്റെ കർത്താവ് പ്രാർത്ഥിക്കണ്ടായിരുന്നു, മുകളിലേക്ക് നോക്കണ്ടായിരുന്നു, കല്ലറയിലേക്ക് നോക്കി പുറത്തു പോകാൻ ആശ്രയം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നിട്ടും യേശു മുകളിലേക്ക് നോക്കി, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, നമുക്ക് ദൈവമായിട്ട് എത്ര അടുപ്പമുണ്ടെങ്കിലും, നാം ദൈവത്തിൻ്റെ പ്രിയ മക്കളാണെങ്കിലും, ഏതൊരു കാര്യത്തിൻ്റെ അത്ഭുതം നടക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവിക വ്യവസ്ഥയാണ്. തീർത്തും ബലഹീനരും പോരാത്തവരും കുറവുള്ളവരും അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അല്ല പ്രാർത്ഥന. ഏറ്റവും അധിക സമയം പാപികളും ദോഷികളുമായിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. 1-2 ദിവസം ഉണ്ടെന്ന് നിൻ്റെ പ്രശ്നം തീരരുത്, 21 ദിവസം പ്രാർത്ഥിക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ഞാൻ നിങ്ങളോട് പറയാം, അധർമ്മികളും പാപികളുമായിരിക്കുന്നവർക്ക് വേണ്ടി വെച്ച് എല്ലാവരും ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ നടക്കാൻ മുകളിലേക്ക് നോക്കണം, അത്ഭുതങ്ങൾ നടക്കാൻ പിതാവുമായിട്ട് സംസാരിക്കണം, അത്ഭുതങ്ങൾ നടക്കാൻ ദൈവവുമായിട്ട് അടുത്ത ബന്ധമുണ്ടാകണം, അത്ഭുതങ്ങൾ നടക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം ഉണ്ടാകണം, അത്ഭുതങ്ങൾ നടക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് വിശ്വാസം ഉണ്ടാകണം, അത്ഭുതങ്ങൾ നടക്കാൻ നമ്മൾ ദൈവസന്നിധിയിൽ ഓടിയിങ്ങ് വന്നിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുകയല്ല, നേരത്തെ മുതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എത്രയോ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വിടുന്നത് ദൈവാത്മാവിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മുടെ മാതൃകയാണ്. സ്വർഗത്തിലേക്ക് നോക്ക്. ഇന്നത്തെ ദിവസം, ഈ മാർച്ച് മാസം, കർത്താവിൻ്റെ കണ്ണുകളിലേക്ക്, ഉയരത്തിലേക്ക് നോക്ക്. എന്നിട്ട് കർത്താവിനോട് പറ, ഞാൻ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്, പിതാവിൻ്റെ സന്നിധിയിൽ ദീനമായി കിടന്നപ്പോൾ 4 ദിവസങ്ങൾക്ക് മുമ്പ്, അല്ല കുറേ ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഒക്കെ ആരും കേൾക്കാതെ ലാസറിനെക്കുറിച്ചോ ലാസറിൻ്റെ വീടിനെക്കുറിച്ചോ പിതാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അപേക്ഷ കേട്ടു. നേരത്തെ ഇവിടെ വെച്ച് അദ്ദേഹം കർത്താവ് പ്രാർത്ഥിച്ചില്ലല്ലോ, അപേക്ഷിച്ചിരുന്നു എന്നതാണ് ആ വാക്കിൻ്റെ തെളിവ്. 3-ാമത്തെ ലെവലാണ് ഇപ്പോഴും എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു. നമുക്ക് ആ പ്രാഗൽഭ്യം ഉണ്ടാകണം, ദൈവസന്നിധിയിൽ ഉറപ്പുണ്ടാകണം, ആ ബലമുണ്ടാകണം. അങ്ങനെയെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഭയങ്കരമായ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാനിടയായിത്തീരും. ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമുക്ക് ദൈവസന്നിധിയിലെ പ്രാഗൽഭ്യം, ഞാൻ എപ്പോൾ അപേക്ഷിച്ചാലും എൻ്റെ പിതാവ് എൻ്റെ അപേക്ഷ കേൾക്കും. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും കേട്ടില്ലല്ലോ. അത് ദൈവത്തിൻ്റെ സമയത്താണ് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അപേക്ഷ തള്ളിക്കളയുന്നവനല്ല. എൻ്റെ കൊച്ചപേക്ഷ പോലും കേൾക്കാൻ മനസ്സുള്ള എൻ്റെ പിതാവ്, ആ പ്രാഗൽഭ്യം രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ദൈവത്തെ അടുത്തറിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിനകത്തുണ്ട്. നിങ്ങളും ഉറയ്ക്കുക, ദൈവത്തിൽ പ്രാഗൽഭ്യമുള്ളവരാകുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറയുക, ദൈവത്തെ വിശ്വസിക്കുക, നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധം ഉലയ്ക്കാൻ സാത്താൻ നോക്കും. ഞാനൊന്നും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലെന്നേ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ദൈവമകനാണെങ്കിൽ മകളാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ ചോര നിങ്ങൾക്ക് വിലപ്പെട്ടതാണെങ്കിൽ, നിങ്ങളെ അത് വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഫലിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാഗൽഭ്യത്തോടെ പറയണം, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അപ്പം കേൾക്കും. ആ പ്രാഗൽഭ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്താം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്വർഗത്തിലെ ദൈവം എത്ര വലിയവൻ! അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കും എന്നുള്ളത് എൻ്റെ കർത്താവ് പറഞ്ഞ വാക്കാണ്. ഞങ്ങളും അത് വിശ്വസിക്കുന്ന അപ്പച്ച. വല്ലപ്പോഴുമൊക്കെ ചില കാര്യങ്ങൾ നടക്കും, എല്ലാ പ്രാർത്ഥനയും നടക്കുകയില്ല എന്നല്ല കർത്താവേ. ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും കേൾക്കുന്നതിനായി സ്തോത്രം. വരാനിരിക്കുന്ന ദിവസങ്ങൾ അത്ഭുതങ്ങൾ നടക്കും, വിശ്വസിക്കുന്നു. ഞങ്ങൾ മേലോട്ട് നോക്കുന്നു, മനുഷ്യനിലേക്കല്ല, ഇടത്തും വലത്തുമല്ല, കീഴേക്കല്ല, ഞങ്ങൾ മേലോട്ട് നോക്കുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരുന്ന അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങൾ കല്ല് മാറ്റാൻ തുടങ്ങുകയാണ്. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഞങ്ങളുടെ അപേക്ഷ കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.